നമ്മുടെ ഈ കൊച്ചു ജീവിതത്തിൽ നമുക്ക് മേനി പറയാൻ എന്തുണ്ട്? ഒന്നും തന്നെയില്ല. സ്വയമായി നേടിയതെന്ന് സ്വയം പുകഴുന്ന നമ്മൾ, നമ്മുടെ കഴിവിനാൽ നാം ഉണ്ടാക്കിയതെന്ന് അഭിമാനിക്കുന്ന നമ്മൾ ഒന്ന് മനസ്സിലാക്കണം. ഇതൊന്നും നമ്മുടെ കഴിവല്ല. സർവശക്തൻ്റെ കൃപ ഒന്ന് മാത്രമാണ്. നിലത്ത് കിടന്ന പൊടിക്ക് മനുഷ്യരൂപം വരുത്തിയതാരാണ്? ഉയരത്തിലെ ദൈവമല്ലേ? അതിനെ ജീവനുള്ള ദേഹിയാക്കി മാറ്റിയതാരാണ്? ദൈവമല്ലേ? നമുക്ക് നല്ല ജീവിതം തന്നത്, നല്ല നിലയും വിലയും തന്നത്, നല്ല കുടുംബം തന്നത്, നല്ല ഭാവി തന്നത് എല്ലാം ദൈവമല്ലേ? നിലത്ത് കിടന്ന മൺതരികളിൽ നിന്ന് നമ്മെ ഇത്രത്തോളം ഉയർത്തിയ ദൈവത്തിൻ്റെ മുന്നിൽ നിന്ന് നമ്മുടെ കഴിവുകളുടെ നേട്ടങ്ങളുടെ കണക്ക് നിരത്തുമ്പോൾ, വിദ്യാഭ്യാസം കൊണ്ടും സമ്പന്നത കൊണ്ടും പ്രശസ്തി കൊണ്ടും ഉന്നതനായ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞങ്ങളുടെ കഴിവുകൾ, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനം മാത്രമാണ്. അതെ, നമുക്കുള്ളതിനെല്ലാം ദൈവത്തിന് മഹത്വം കൊടുക്കുക. യോഗ്യതയില്ലാതിരുന്നിടത്ത് കർത്താവ് മാനിച്ച നടത്തുന്ന നന്മകൾക്കായി, വിധങ്ങൾക്കായി നന്ദി കരയറ്റുക. നമുക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. നാം അവങ്കൽ നിന്ന് വാങ്ങി ഉപയോഗിക്കുന്നു എന്ന് മാത്രം.